നേന്ത്രപ്പഴവും അതുപോലെ തന്നെ അരിയും വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. നമ്മളെ വീട്ടിൽ കിട്ടുന്ന ചേരുവകളൊക്കെ മതിയാവും കേട്ടോ ഇതുണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഞാനിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 അച്ച് ശർക്കര ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 അച്ച് മതിയാവും കേട്ടോ. നിങ്ങൾക്ക് മധുരം എത്ര വേണോ അത്രയും എടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഇത് പാകമാണ്, അതുകൊണ്ടാണ് ഞാൻ 2 അച്ച് ശർക്കര എടുത്തത്. ഇനിയിപ്പോൾ ഇതാ 3 പഴം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ പഴം എടുക്കുന്ന സമയത്ത് ഏത് ടൈപ്പ് പഴമായാലും കുഴപ്പമില്ല കേട്ടോ, നേന്ത്രപ്പഴം കേട്ടോ. അതുപോലെ തന്നെ നല്ലോണം പഴുത്തു പോയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ പഴുത്തിട്ട് വെറുതെ കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ ചെയ്തെടുത്താൽ മതി. എത്ര കറുത്ത് പോയ പഴം കൊണ്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. എൻ്റെ കയ്യിലിപ്പോൾ ഇതാണുള്ളൂ. കറുത്ത പഴമാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതായതിനെ കൊണ്ട് ഞാൻ ഈ ഒരു പഴം എടുത്തതാണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളെ വീഡിയോ കാണുന്നതിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടമാകുകയെന്ന് വെച്ചാൽ ഒന്ന് സബും കൂടി ചെയ്തേക്കണേ. ഇത് വൈകുന്നേരം കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയും കൂടിയാണ്. നമ്മളെ പഴം ഇവിടെ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ തേങ്ങയാണ്, കുറച്ച് മതിയാവും. അപ്പോൾ ഇതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കട്ടെ. ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. നമ്മൾ തേങ്ങ വറുക്കുന്ന സമയത്ത് അധികം ചുവന്ന് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വന്നാൽ മതി. തേങ്ങ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 2 അച്ച് ശർക്കരയില്ലേ, അത് ഞാൻ പാനിയാക്കി വെച്ചിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് കുറച്ചൊന്ന് വറ്റി വരുന്നത് വരെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങയും ശർക്കരയും കൂടിയൊക്കെ ഒന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുറിച്ച് വെച്ച പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ പഴം നല്ലോണം ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കുക. ഞാനിതിലേക്ക് ഏലക്ക അതുപോലെ തന്നെ നല്ല നെയ്യും കൂടി ഇട്ട് കൊടുത്തിന് കേട്ടോ. അത് എന്നോട് കാണിക്കാൻ വിട്ടു അതാണ്. എന്നിട്ട് ഇതേപോലെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മളെ പഴം ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ച അരിയില്ലേ, അത് ഞാൻ വറുത്ത് വെച്ചിന് കേട്ടോ. കുറച്ച് മാത്രം മതിയാവും. അതൊന്ന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അരി നല്ലോണം കഴുകിയതിന് ശേഷം വറുത്തെടുത്തതാണ് കേട്ടോ. എന്നിട്ട് വറുത്ത അരി ഈ ഒരു പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു മണം വരും, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. വൈകുന്നേരത്തെ കട്ടൻ ചായക്ക് മഴയത്തൊക്കെ കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റുള്ളൊരു പലഹാരം കൂടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. ഇനി അടുത്ത പുതിയ വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും.